ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. 14 ഇടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. പ്രചാരണത്തിൽ ആദ്യ റൗണ്ട് പിന്നിട്ട LDFന് പിന്നാലെ കളത്തിലിറങ്ങി ഒപ്പത്തിനൊപ്പം എത്താനുള്ള ഓട്ടത്തിലാണ് UDF. A+ ഉൾപ്പെടെ BJPക്ക് ഏറെ സ്വാധീനം ശേഷിയുള്ള 12 സീറ്റുകളിൽ കരുത്തന്മാരെ ഇറക്കി കളം നിറച്ച് NDAയും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം 2 ആഴ്ചയ്ക്കകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ തന്നെ വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം അമർന്നു കഴിഞ്ഞു. സംസ്ഥാനത്തെ 14 മണ്ഡലങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനും അതിൽ 6 എണ്ണം കടുത്ത ത്രികോണ മത്സരത്തിനും വേദിയാവുന്നതാണ് നിലവിലെ ചിത്രമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഫലം പ്രവചനാതീതമായേക്കാവുന്ന മണ്ഡലങ്ങൾ ഇത്തവണ ഏറെയാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, മാവേലിക്കര, കോട്ടയം, തൃശൂർ, പാലക്കാട്, ആലത്തൂർ, വടകര, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് സീറ്റുകൾ ഇഞ്ചോടിഞ്ച് മത്സരത്തിന് വേദിയാവുകയാണ്. ഇതിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട് സീറ്റുകളിലാണ് കടുത്ത ത്രികോണപ്പോര് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ, വയനാട്, കണ്ണൂർ സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വരും ദിവസങ്ങളിലെ വ്യക്തത വരും. BJP മത്സരിക്കുന്ന ബാക്കി 4 സീറ്റുകളിലെയും സഖ്യകക്ഷിയായ BDJS മത്സരിക്കുന്ന 4 സീറ്റുകളെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. BJPയുടെ A+ മണ്ഡലങ്ങളിൽപ്പെട്ട തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖരനെയും V മുരളീധരനെയും നിർത്തിയതുകൊണ്ട് പ്രചാരണത്തിൽ സകലവിധ പാർട്ടി തന്ത്രങ്ങളും പയറ്റും. ശശി തരൂരിന് 4ാം ഊഴത്തിലും വെന്നിക്കൊടി പാറിക്കാനുള്ള കരുനീക്കങ്ങൾ നീക്കി UDFും മണ്ഡലത്തിലെ മുൻ MP പന്ന്യൻ രവീന്ദ്രനെ വീണ്ടും ഇറക്കി എതിരാളികളെ ഞെട്ടിച്ച് LDFും വർദ്ധിത വീര്യത്തോടെ തിരുവനന്തപുരം പടക്കളത്തിലുണ്ട്. CPMൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റ് നിലനിർത്താൻ ശക്തനായ അടൂർ പ്രകാശിലൂടെ UDFും കൈവിട്ട സീറ്റ് എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കാൻ അജയ്യനായ യുവ പോരാളിയും വർക്കല MLAയുമായ V ജോയിയിലൂടെ LDFും ശ്രമിക്കുമ്പോൾ അംഗം പൊടിപാറും ആറ്റിങ്ങലിൽ. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ. വേണുവിന് പകരം കോൺഗ്രസിൻ്റെ ആരായാലും LDFിലെ സിറ്റിംഗ് MP AM ആരിഫുമായുള്ള ഏറ്റുമുട്ടൽ കടുക്കുമെന്ന കണക്കൂട്ടലുകൾക്കിടെയാണ് പാർട്ടിയിലെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രനെ ഇറക്കി BJP ത്രികോണ മത്സരം സൃഷ്ടിച്ചത്. കോട്ടയത്ത് 2 കേരള കോൺഗ്രസ് തമ്മിലുള്ള ഏറ്റുമുട്ടൽ. BDJ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി കൂടി കളത്തിലിറങ്ങുന്നതോടെ ത്രികോണ പോരാട്ടത്തിലേക്ക് വഴിമാറാം. സുരേഷ് ഗോപിയുടെ രംഗപ്രവേശത്തോടെ 2019 തന്നെ ത്രികോണ മത്സരം നടന്ന തൃശ്ശൂരിൽ കോൺഗ്രസിലെ സിറ്റിംഗ് MP TN പ്രതാപിനൊപ്പം LDFിലെ കരുത്തനായ മുൻമന്ത്രി VS സുനിൽകുമാറും വിജയക്കൊടി പാറിക്കാനുള്ള തീവ്ര പോരാട്ടത്തിലാണ്. തൃശ്ശൂർ ആരെടുക്കുമെന്നത് ഇപ്പോഴേ പ്രവചനാതീതമാണ്. പാലക്കാട്ട് സീറ്റ് നിലനിർത്താനുള്ള കോൺഗ്രസിലെ സിറ്റിംഗ് MP VK ശ്രീകണ്ഠൻ്റെ കരുനീക്കങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ MPയുമായ A വിജയരാഘവൻ ഉയർത്തുന്നത്. ഏതായാലും 20 മണ്ഡലങ്ങളിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പൊരിഞ്ഞ പോരാട്ടമായിരിക്കും.